നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ മൂന്നാമത്തെ T20 മത്സരം പുരോഗമിക്കുന്നു. ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയ മോശമല്ലാത്തൊരു സ്കോർ അടിച്ചിരിക്കുന്നു. 186 റൺസാണ് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ അവർ എടുത്തിരിക്കുന്നത്. നമുക്ക് മികച്ച തുടക്കമാണ് പന്തുകൊണ്ട് ഹർഷ്ദീപ് സിംഗ് നൽകിയത്. പക്ഷേ പിന്നാലെ വന്ന് കിടിലൻ ബാറ്റിംഗ് ടിം ഡേവിഡിൻ്റെ വക. വെറും 23 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറന്നത് എന്ന കാര്യം ശ്രദ്ധിക്കണം. കൂടാതെ അദ്ദേഹം 931 പന്തുകൾ T20 നേരിട്ടപ്പോഴേക്ക് 100 സിക്സറുകൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ T20 100 സിക്സറുകൾ നേടിയ താരമായിട്ട് അദ്ദേഹം മാറി. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം സ്റ്റോയിനിസിൻ്റെ വെടിക്കെട്ട് എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു സ്കോറിലേക്ക് അവർ പോയി. പക്ഷേ നമുക്കെടുത്ത് പറയാനുള്ള ഹർഷ്ദീപ് സിംഗിൻ്റെ കാര്യമാണ്. ആദ്യ 2 മത്സരങ്ങളിൽ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇത് 4 ഓവറിൽ 35 റൺസിന് 3 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിരിക്കുന്നു. ആ 3 വിക്കറ്റും വമ്പന്മാരുടേതാണ്. ട്രാവിസ് ഹെഡ്, ഇംഗ്ലീഷ്, സ്റ്റോയിനിസ് എന്നിവരുടെ വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. ടോസിൽ ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. തുടക്കത്തിലെ ട്രാവിസ് ഹെഡിനെ പറഞ്ഞു വിട്ടു നമ്മുടെ ഹർഷ്ദീപ് സിംഗ്. 4 പന്തുകൾ നേരിട്ട ട്രാവിസ് ഹെഡ് 6 റൺസാണ് അടിച്ചിരുന്നത്. പിന്നാലെ ഇംഗ്ലീഷിനെ ഒറ്റ റൺസുമായിട്ടും മടക്കി വിട്ടു. അങ്ങനെ ഓസ്ട്രേലിയ 14-2 എന്ന രൂപത്തിലേക്ക് വീണതാണ്. എന്നാൽ പിന്നീട് ടിം ഡേവിഡിൻ്റെ വെടിക്കെട്ട്. മിച്ചൽ മാർഷ് 14 പന്തിൽ നിന്ന് 11 റൺസ് എടുത്ത് മടങ്ങി. വരുൺ ചക്രവർത്തിയാണ് പറഞ്ഞു വിട്ടത്. പിന്നാലെ മിച്ച് ഓവനെ ഗോൾഡൻ ഡക്കായിട്ടും വരുൺ ചക്രവർത്തി പറഞ്ഞു വിട്ടു. പക്ഷേ സ്റ്റോയിനിസും ടിം ഡേവിഡും തകർത്താടുകയായിരുന്നു. 88 പന്തുകൾ നേരിട്ട് 8 ഫോറും 5 സിക്സറും അടക്കം 194.74 സ്ട്രൈക്ക് റേറ്റിൽ 74 റൺസാണ് ടിം ഡേവിഡ് അടിച്ചുകൂട്ടിയത്. സ്റ്റോയിനിസ് ആവട്ടെ 39 പന്തിൽ നിന്ന് 8 ഫോറും 2 സിക്സും അടക്കം 64 റൺസും അടിച്ചു. ഷോട്ട് 15 പന്തിൽ നിന്ന് 26 റൺസുമായിട്ടും ബാറ്റ്ലെറ്റ് 2 പന്തുകളിൽ നിന്ന് 3 റൺസുമായിട്ടും പുറത്താകാറുണ്ട്. നമുക്ക് വേണ്ടി മികച്ച ബൗളിംഗ് നടത്തിയത് ഹർഷ്ദീപ് സിംഗ് തന്നെയാണ്. 4 ഓവറിൽ അദ്ദേഹം 35 റൺസിന് 3 വിക്കറ്റ്. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 33 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. ബൂംറ 4 ഓവറിൽ 26 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. അതേസമയം ശിവൻ ദ്യൂബെ 3 ഓവറിൽ 43 റൺസാണ് ലീക്ക് ചെയ്തത്. അഭിഷേക് ശർമ്മ 1 ഓവർ എറിഞ്ഞു. അദ്ദേഹം 13 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു. അക്സർ പട്ടേൽ 4 ഓവറിൽ 35 റൺസാണ് കൊടുത്തത്. ഏതായാലും 187 റൺസ് വേണം ഇന്ത്യക്ക് വിജയിക്കാൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, സഞ്ജു സാംസൺ ഇന്ന് പ്ലേയിങ് 11 ഇല്ല. സഞ്ജു സാംസണിനെ മാറ്റി ജിതേഷ് ശർമ്മക്ക് അവസരം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ പ്ലേയിങ് 11 വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹർഷ്ദീപ് സിംഗിനെ നമ്മൾ പ്ലേയിങ് 11 കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേയിങ് 11 മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ത്യ കളിക്കുന്നത്. കാത്തിരിക്കാം, ഇനിയെല്ലാം ബാറ്റർമാരുടെ കയ്യിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.